തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുച്ചൂടും തോൽവിയിൽ പകച്ചു നിൽക്കുന്ന LDF സർക്കാരിനും ഭരണം 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ തിരിച്ചടികൾ നേരിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ പുതിയൊരു ആയുധം കിട്ടിയിരിക്കുകയാണ്. കർണാടകയിലെ ബുൾഡോസർ രാജ്. UP-യിലെ യോഗി മോഡൽ കർണാടകയിലെ സിദ്ധാരാമയ്യ സർക്കാരും നടപ്പിലാക്കുന്നു എന്ന് പ്രചരിപ്പിച്ച് മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ട് ഒരു രാഷ്ട്രീയ നാടകത്തിന് മുഖ്യമന്ത്രിയും കൂട്ടരും ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് ചുട്ട മറുപടിയുമായി UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ കരുത്തുറ്റ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നു, എന്തിനാണ് ഈ ചീപ്പ് രാഷ്ട്രീയം എന്നുള്ളത്? കർണാടകയിൽ നടക്കുന്നത് എന്താണെന്ന് നേരിട്ട് അന്വേഷിക്കാതെ കേട്ട പാതി കേൾക്കാതെ പാതി ചാടിപ്പുറപ്പെട്ട മുഖ്യമന്ത്രിയുടെ നടപടിയെ കുഞ്ഞാലിക്കുട്ടി അതിനിശ്ചിതമായി വിമർശിക്കുന്നു. UP-യിലെ ബുൾഡോസർ രാജ് എന്നത് ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെച്ചുള്ള വർഗീയ അജണ്ടയായിരുന്നു. എന്നാൽ കർണാടകയിൽ നടക്കുന്നത് അതല്ല. വർഷങ്ങളായി നോട്ടീസ് നൽകിയിട്ടും ഒഴിഞ്ഞു പോകാത്ത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയാണ് അവിടെ സർക്കാർ ചെയ്യുന്നത്. അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല ഒഴിപ്പിക്കപ്പെടുന്നത്, എല്ലാ വിഭാഗം ജനങ്ങളും ആ ലിസ്റ്റിലുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായും മുസ്ലിം ലീഗ് നേതൃത്വം നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞു. തങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. UP-യിൽ ബുൾഡോസർ കയറ്റിയ ശേഷം ജനങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിയുകയാണെങ്കിൽ കർണാടകയിൽ അവർക്ക് മനോഹരമായ പുനരധിവാസ പാക്കേജാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. കേരളം ചെയ്യുന്നതിനേക്കാൾ മികച്ച രീതിയിലുള്ള കരുതൽ കർണാടക സർക്കാർ അവിടുത്തെ പാവപ്പെട്ടവർക്ക് നൽകുന്നുണ്ട് എന്ന് കുഞ്ഞാലിക്കുട്ടി അടിവരയിട്ട് പറയുന്നു. സ്വന്തം MLA-യുടെ ഓഫീസ് പോലും ഒഴിപ്പിച്ചു നൽകേണ്ട ഗതികേടിലാണ് BJP കാര്യങ്ങൾ എത്തിച്ചപ്പോൾ തലകുമ്പിട്ടിരിക്കുന്ന BJP കർണാടകയിലെ വിഷയത്തിൽ രാഷ്ട്രീയം തിരയുന്നത് പരിഹാസ്യമാണ്. ക്ഷീരമുള്ളോര് എകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന പഴഞ്ചൊല്ലു പോലെ എവിടെയെങ്കിലും ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് പിണറായി വിജയൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. യോഗി ആദിത്യനാഥിനോട് ചോദിക്കാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ മതേതര സർക്കാർ ഭരിക്കുന്ന കർണാടകയിൽ പോയി ചോദിക്കുന്നത് ഇരട്ടത്താപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ കർണാടകയിൽ ഭരണഘടനയും നിയമവും പാലിച്ചാണ് നടപടികൾ നീങ്ങുന്നത്. അവിടെ പാവപ്പെട്ടവർക്ക് വീടും തണലും സർക്കാർ ഉറപ്പു നൽകുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയും ഇടത് സൈബർ പോരാളികളും ഇങ്ങോട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വരേണ്ടതില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ ഈ വാക്കുകൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങൾക്കുള്ള കൃത്യമായ സന്ദേശമാണ്. കള്ളപ്രചരണങ്ങൾ കൊണ്ട് UDF-ന്റെ അടിത്തറ ഇളക്കാമെന്നാരും മോഹിക്കേണ്ട എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. ആ പ്രതികരണത്തിലേക്ക് പോകാം. വാർത്താ ചാനലുകളിലൊക്കെ ഇത് ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും ഞാനും കർണാടക ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ, അതുപോലെ തന്നെ അവിടുത്തെ മൈനോറിറ്റി മിനിസ്റ്റർ സമീർ അഹമ്മദ് ഖാൻ തുടങ്ങി, അതുപോലെ തന്നെ ആരിസ് MLA, അതുപോലെ ഞങ്ങളുടെ മലയാളി സംഘടനകൾ എല്ലാവരുമായി ഇതിൻ്റെ നിജസ്ഥിതി പൂർണ്ണമായി അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിച്ചു. ബാംഗ്ലൂരിൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനം വളരെ ശക്തമാണ്. നൗഷാദ് KMCC-യുടെ പ്രസിഡന്റ് ഉടനെ തന്നെ പോയിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ലോക്കൽ MLA തുടങ്ങി എല്ലാവരും സൈറ്റിൽ പോയി ഈ വാർത്തയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് ഓൺ ദി സ്പോട്ട് തന്നെ ഞങ്ങൾ അന്വേഷിച്ച് പിന്നെ ഞങ്ങളോട് ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട നേതാക്കന്മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞത്, ഇത് സാധാരണ UP-യിലും അവിടെയും ഇവിടെയും കാണുന്നത് പോലെയല്ല. എല്ലാ വിഭാഗം ജനങ്ങളും അതിനകത്തുണ്ട്, മൈനോറിറ്റി മാത്രമൊന്നുമല്ല. പക്ഷേ അവിടെ അറിയിക്കുന്ന ആളുകൾക്ക് വേണ്ട പുനരധിവാസം ഞങ്ങൾ കൊടുക്കും. ഇതിൻ്റെ ന്യായത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വാർത്തയിലൊക്കെ വന്നുകൊണ്ടിരിക്കണ്ടല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ സ്ഥലം എന്ന് പറയുന്നത് പല പ്രാവശ്യം നോട്ടീസ് കൊടുത്ത് ഗവൺമെൻറ്റിന് ന്യായമായി ഒഴിഞ്ഞു കിട്ടേണ്ട ഒരു സ്ഥലമാണെന്നാണ് അവരുടെ വാദം.
അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഒഴിവാക്കപ്പെട്ടതിൽ പാവപ്പെട്ടവർ അറിയിക്കുന്ന ആളുകൾക്ക് നല്ല ആകർഷണീയമായ ഒരു പാക്കേജ് പുനരധിവാസം സർക്കാർ കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ യു പി ആയിട്ട് കമ്പയർ ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വളരെ ചീപ്പായിട്ടുള്ള ഇത് കണ്ട ഉടനെ തന്നെ ചാടി പുറപ്പെട്ട ആളുകളുണ്ടല്ലോ, അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് യു പിയിൽ അവരെ ബുൾഡോസർ വന്ന് ഇടിച്ചിട്ടിട്ട് അങ്ങ് തെരുവിലേക്ക് ഇറക്കി പോയി തെണ്ടിക്കോളാൻ പറയാണ്. കർണാടകയിൽ അതല്ല. ഇവിടെ പിന്നെ അക്വിസിഷൻ ഉണ്ടാകുമ്പോൾ ഒക്കെ ചെയ്യുന്നത് പോലെ പാവപ്പെട്ട ആളുകൾക്കും അതിലുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും, അതിൽ മുസ്ലിം മൈനോറിറ്റി ഒരു മൈനോറിറ്റി മാത്രമാണ് എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതല്ല, ആരാണെങ്കിലും അവരൊക്കെ മനുഷ്യരാണ്. ആ മനുഷ്യത്വം പരിഗണിച്ചുകൊണ്ട് അവർ പുനരധിവസിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ കേരളം ചെയ്യുന്നതിനേക്കാൾ മെച്ചമായ രീതിയിൽ അവർക്ക് പുനരധിവാസം ഉറപ്പ് വരുത്താം എന്നുള്ളത് അവിടുത്തെ ഗവൺമെൻറ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങളെ സംഘടനാ സംവിധാനം ബാക്കിയുള്ളതൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ വീണ്ടും വന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡെലിഗേഷനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി സുബൈർ തുടങ്ങി ഫൈസൽ ബാബു തുടങ്ങി ആളുകളെ പിന്നെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അവിടെയൊക്കെ റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾ തുടർന്നും അതിൽ ഇടപെടുകയും ചെയ്യും. ഞങ്ങൾ കൺസ്ട്രക്റ്റീവായിട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെയധികം വാച്ച് ചെയ്യുന്നുണ്ട്. ഒരു കോൺഗ്രസ് ഗവൺമെൻറ്റിൽ നിന്ന് അങ്ങനെ ഉണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അവിടെ കോൺഗ്രസ് ഗവൺമെൻറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ചാടിപ്പുറപ്പെട്ട് പിന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ആളുകൾ ചെയ്യുന്ന പണി അത് ഒരു തരം ചീപ്പ് പണിയാണ്. അതേ ആ കാര്യത്തെ പറയാനുള്ളൂ. ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററും അധികൃതരും ചെയ്യേണ്ടിയിരുന്നത് ഉടനെ അവരെ അതിന് ബന്ധപ്പെട്ട് ഒരു സൗഹൃദത്തിൽ സംസാരിച്ച് അവർക്ക് പുനരധിവാസം ഉറപ്പ് വരുത്താനുള്ള കാര്യങ്ങൾ. ആ പണി യു പിയിലെ പിന്നെ ചീഫ് മിനിസ്റ്ററോട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അത് നടക്കില്ല. അവിടെ കാരണം അവർ വർഗീയമായി പിന്നെ കമ്മ്യൂണിറ്റി തിരിച്ച് കരുതി കൂടി ചെയ്യുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളുണ്ട്. പക്ഷേ അതിലെ പാവപ്പെട്ട മനുഷ്യത്വം അറിയിക്കുന്ന ആളുകൾക്കൊക്കെ പുനരധിവാസം ഉറപ്പ് വരുത്താൻ അവർ തയ്യാറാണ്. അത് അവർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നല്ല ഡി കെ ശിവകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, കണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ട്. വേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും. അല്ല, അത് പിന്നെ അതിലെന്തെങ്കിലും ഒരു ന്യൂനത വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവർ പറയുന്നുണ്ട്. ആ അപ്രോച്ചാണ് പ്രധാനം. യു പിയിലെ അപ്രോച്ചല്ല കർണാടകയിൽ. യു പിയിൽ ബുൾഡോസർ രാജാണ്. അത് രാഷ്ട്രീയമായി മുതലെടുപ്പിന് വേണ്ടി കൊണ്ടുപോയി ബുൾഡോസറിനെടുത്തിട്ട് ഇതേ നോക്ക്, ഞങ്ങൾ ബുൾഡോസർ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രചരണം നടത്തുകയാണ്. ഇവിടെ മൂലമറ്റത്തെ ആളെ ഒഴിപ്പിച്ചില്ലേ? അതുപോലെയൊക്കെ പിന്നെ എവിക്ഷൻ നടന്നിട്ടുണ്ട്. അതിൽ മനുഷ്യത്വപരമായ പ്രശ്നമുണ്ട്. അത് ഞങ്ങൾ തീർച്ചയായിട്ടും ശക്തമായി മുഖ്യമന്ത്രിയും മറ്റുമൊക്കെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയും ചെയ്തു. അതിന് പരിഹാരം ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത് ഇവിടെ കേരള ഗവൺമെൻറ് പോലെയൊക്കെ അവിടെ ഒരു കോൺഗ്രസ് ഗവൺമെൻറ്റേ ഉള്ളൂ. സാധാരണ മനുഷ്യത്വപരമായ സമീപനം എടുക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ ചെവിക്കൊടുക്കുന്നുണ്ട് അവർ. അതാണ് പ്രശ്നം. നേരെ മറിച്ച് യോഗി ആദിത്യനാഥോട് ഇത് പറയാൻ പറ്റുമോ? പോയി പണി നോക്കാൻ പറയും. കാരണം അവർ കരുതി കൂട്ടി വർഗീയമായി ചെയ്യുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവരെ ഉടനെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്നുള്ളത്. അതാണ് പ്രധാനം. അപ്രോച്ചും അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരവും ആണ് പ്രശ്നം. പിന്നെ ഇത് പിന്നെ വളരെ പാവപ്പെട്ട ആളുകളെ പിന്നെ എവിക്റ്റ് ചെയ്ത് അവർ തണുപ്പത്ത് പുറത്തേക്കുന്നതിനുള്ള വസ്തുത ഉണ്ടെങ്കിൽ ഉടൻ അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ അതിന് പരിഹാരം ഉണ്ടാക്കലോ ബാക്കിയുള്ള കാര്യങ്ങളോ ഇപ്പം ചെയ്യലല്ല. കേരള ഗവൺമെൻറ് ഇതിലെന്താണ് രാഷ്ട്രീയം? അവിടെയും ക്ഷീരമുള്ള ഒരകിട്ടിൽ ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ മാതിരി ഉടനെ ഇറങ്ങിയിരുന്നൊരു കണ്ടോ അവിടെ കോൺഗ്രസ് ഗവൺമെൻറ്റാണ്, യു പി പോലെയാണ്. അതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് പ്രതികരണങ്ങളിലെ മുഴുവൻ ജനങ്ങളത് വ്യക്തമാക്കുന്നുണ്ട്.